പള്ളിക്കൂദാശ 3 ചൊവ്വ. ലൂക്കായുടെ സുവിശേഷം 8 അധ്യായം 1 മുതൽ 3 വാക്യങ്ങളുടെ വിശകലനം. യേശുവിനെ അനുഗമിച്ച സ്ത്രീകളും വിജാതിരുമായി സൃഷ്ടിക്കപ്പെട്ടതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീ ശിഷ്യകളെ ഒരിക്കലും കൂടെ കൂട്ടാത്ത യഹൂദ റബ്ബിമാരുടെ ഇടയിൽ ആദ്യമായി സ്ത്രീകളെ ഉയർത്തിക്കാട്ടുകയും കൂടെ കൂട്ടുകയും ചെയ്യുന്ന യേശു സ്വർഗീയ മനോഭാവമാണ് ലോകത്തിന് സമ്മാനിക്കുന്നത്. 7 ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവളും ഹെരോദ്യയുടെ കാര്യസ്ഥനായ കൂസയുടെ ഭാര്യ യോവന്നായും സൂസന്നായും ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കുറെ സ്ത്രീകളുമാണ് അവനെ അനുഗമിക്കുന്നത്. അവർ ഗലീലി ജെറുസലേം യാത്രയിലും ശിഷ്യഗണങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയ കുരിശുയാത്രയിലും കല്ലറയിൽ അടക്കുമ്പോഴും അവന്റെ കൂടെ ചേർന്നു നിന്നവരാണ്. ആഴ്ചയുടെ ആദ്യ ദിനത്തിൽ നേരം വെളുക്കുന്നതിനു മുൻപ് മൃതശരീരത്തിന് സുഗന്ധതൈലം പൂശുവാൻ എടുത്തു ചാടി ഇറങ്ങി പുറപ്പെടുന്നതും ആദ്യം ഉത്ഥാനവിശേഷം അറിയിക്കപ്പെടുന്നതും ഇത് ആദ്യം ശിഷ്യരെ അറിയിച്ചവരും ഈ സ്ത്രീ സമൂഹം തന്നെയാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്നതാണ് ഇന്നും അന്നും സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ. ഈ 21-ാം നൂറ്റാണ്ടിന്റെ സുവിശേഷ പ്രഘോഷണ വിഷയത്തിലും സഭാവിഷയത്തിലും സ്ത്രീ സമത്വം സമാദരിക്കപ്പെടണം എന്ന സുവിശേഷ പാഠമാണ് ഇത് നമുക്ക് നൽകുന്നത്.